എല്ലാവർക്കും വണ്ടർസ്റ്റാൻഡ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഹംപിയിൽ നിന്ന് നേരെ ഗോവയിലേക്കാണ് പോകുന്നത്. ഞാനിന്ന് ഇന്നലെ താമസിച്ച സൺറൈസ് ഗസ്റ്റ് ഹൗസാണിത്. ഇതിൻ്റെ ഓണറായ ചേട്ടനാണ് ഈ നിൽക്കുന്നത്. ചേട്ടൻ മലയാളിയാണ്, നമ്മളെ കണ്ണൂരുകാരനാണ്. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? ഉപേന്ദ്രൻ നായർ. ഓക്കെ, ഉപേന്ദ്രൻ എന്നാണ്. ചേട്ടൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇവിടെ ഹംപിയിൽ വരുന്ന ആർക്കും വേണമെങ്കിലും ചേട്ടനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ റൂംസ് അവൈലബിൾ ആയിരിക്കും. അതേപോലെ ഫുഡും കാര്യങ്ങളും ഓൺലൈനും ഇല്ലേ, booking.com ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചേട്ടനെ കോൺടാക്ട് ചെയ്യാൻ നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് നേരെ ഇനി ഗോവയിലേക്ക് പോകാം. ഗോവയിലേക്ക് പോകുന്നതിന് മുന്നേ ഇപ്പം ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്നത് 4 ആയിട്ടുണ്ട്. ഇനി നേരെ ഹുബ്ലി പോയിട്ട് അവിടെ സ്റ്റേ ചെയ്തിട്ട് വേണം ഗോവയിലേക്ക് പോകണമെങ്കിൽ. കാരണം എന്തായാലും ഡയറക്റ്റ് ഗോവയിൽ എത്തുകയെന്ന് പറയുന്നത് ഒരു 6 മണിക്കൂർ ട്രാവൽ ചെയ്യേണ്ടി വരും. അതിലും നല്ലത് ഇന്ന് രാത്രി ഹുബ്ലിയിൽ എവിടെയും സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ എണീറ്റ് ഗോവയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് പോകാം. അങ്ങനെ ഞാൻ ഹുബ്ലി എത്തിയ സമയത്താണ് ഞാൻ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത്. ഇവിടുത്തെ ബസ്സുകൾക്കൊന്നും നമ്മുടെ നാട്ടിലത്തെ പോലെ ഇടത് സൈഡിലല്ല ഡോറ് വരുന്നത്, വലത് സൈഡിലാണ്. കാരണം ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ടാവും. ഇതേപോലെ ഇതിൽ ഈ ട്രാൻസ്പെറൻ്റായി കിടക്കുന്ന ഗ്ലാസ് വെച്ച് അത് ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കും. നമ്മൾ മെട്രോയിലൊക്കെ കയറുന്ന പോലെ അതും അതേപോലെ തന്നെ ബസ്സിൻ്റെ ഡോറും ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കും. ആ ഒരു സൈഡിൽ, അതായത് വലത് സൈഡിലാണ് ഇവിടുത്തെ ബസ്സിനൊക്കെ അകത്തേക്ക് പാസഞ്ചേഴ്സിന് എൻ്റർ ചെയ്യാനുള്ള ഡോറുള്ളത്. അതൊരു വെറൈറ്റി ആയിട്ടുള്ള എനിക്കൊരു അനുഭവമായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു കാഴ്ച കാണുന്നത്. ബസ്സിനൊക്കെ വലത് സൈഡിൽ ഡോർ. അതേപോലെ തന്നെ ബസ്സിൻ്റെ ട്രാക്കാണ് ഈ കാണുന്ന ട്രാക്ക്. ഇതിലെ ബസ് മാത്രം എന്നായി കാണും, പക്ഷേ ബസ് മാത്രം പോകാനായിരിക്കാം ഈ ഒരു ട്രാക്ക് സെറ്റ് ചെയ്തത്. കാരണം ബസ്സിന് വഴിയെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ബസ് സ്റ്റോപ്പിൽ എത്തി കഴിഞ്ഞാൽ ബസ് അവിടെ സ്റ്റോപ്പാവും, ബാക്കിലുള്ള വണ്ടീസൊക്കെ സ്റ്റോപ്പും. അപ്പം ഇപ്പോൾ ഞാനിവിടെ കാണുന്നത് ചില 1-2 വണ്ടികളല്ലാണ്ട് പോകുന്നുണ്ട്, അറിയത്തില്ല. ബസ്സിൻ്റെ ട്രാക്ക് ആവാനാണ് ഇതിന് ചാൻസ് കൂടുതൽ. അങ്ങനെ ഒസായലാപുരത്ത് ഞാനൊരു ലോഡ്ജ് എടുത്ത് ഇവിടുന്ന് തൽക്കാലം ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ നമുക്ക് ഇവിടുന്ന് ഗോവയിലേക്ക് പോവാം. ചാനൽ നെയിമാ വണ്ടർലസ്റ്റ് ലൈഫ് എന്നാൽ ഓക്കെ. അപ്പം നമുക്ക് റൂമൊക്കെ ഒന്ന് പോയി കാണാം. അങ്ങനെ റൂമിലെത്തി. ഇനി ഞാനൊന്ന് പോയി ഫ്രഷൊക്കെ ആയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. കുറച്ച് വീഡിയോസ് ചെയ്ത് ഇന്ന് ഹംപിയിൽ നിന്ന് എടുത്ത വീഡിയോസൊക്കെ ഒന്ന് കോപ്പി ചെയ്യാനുണ്ട്. എന്തായാലും എഡിറ്റ് ചെയ്ത് നടക്കില്ല, മൊത്തം ടയേർഡാണ്. അപ്പോൾ പോയിട്ട് ഫ്രഷ് ആയതിനു ശേഷം ഒന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വെച്ച വേണ്ടിയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നവരെ ബൈ. നമസ്കാരം, എല്ലാവർക്കും വണ്ടർലസ്റ്റ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഹുബ്ലിയിലാണ്. ഹുബ്ലിയിൽ ഞാൻ ഇന്നലെ താമസ ഹോട്ടലാണിത്, പലാക്ഷി എന്ന് പറയുന്ന ഹോട്ടൽ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ റൂം വെക്കേറ്റ് ചെയ്തു, ബൈക്കിന് മേലെല്ലാം സെറ്റ് ചെയ്തു. ഇനി പോവാണ് നേരെ ഗോവയിലേക്ക്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി ഗോവയിലേക്കുള്ള കാഴ്ചകളും ഗോവയിലെത്തിയിട്ടുള്ള കാഴ്ചകളും കാണാം.
കാണാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ അതിന് തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ എന്നോട് ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസ് അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഗോവയിലേക്ക് പോകാം. ഒരു ശിവലിംഗം പോലെ ഉണ്ടാക്കി വെച്ചൊരു ശിവൻ്റെ അമ്പലം കേട്ടോ ഇത്. നമ്മൾ ഗോവയിലേക്ക് പോണ വഴിക്ക് കാണുന്നു. ഹുബ്ലിയിൽ നിന്ന് ഗോവയിലേക്ക് പോകുമ്പോൾ കാണുന്നൊരു അമ്പലമാണിത്. ഒരു കാറ് പോയി അടിച്ചതാണ്. ഇന്നലെ രാത്രി എങ്ങനെ ഉറങ്ങിപ്പോയതായിരിക്കും ഡ്രൈവർ. ആർക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഇപ്പം ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടുന്ന് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി കേട്ടോ. അത് വൺ വേ തെറ്റിച്ചൊരു ബൈക്കാരൻ വന്നിട്ട് വേറെ ബൈക്കാരനെ കൂട്ടിയിടിച്ച് ഒക്കെ കൂടിയും നല്ലൊരു ആക്സിഡൻറ്റ് അവിടെ ഉണ്ടായി. ഞാൻ പിന്നെ അങ്ങ് ഇറങ്ങി അവിടെ നിന്നല്ല. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു മൂഡുണ്ടാകും. അതുകൊണ്ട് നല്ല ഇറങ്ങിപ്പോകും. ഇനി നമുക്ക് ഗോവയിലേക്ക് ഒരു 3 മണിക്കൂർ യാത്ര. ടോട്ടൽ 130 കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ളത്. ഫുഡൊന്നും കഴിച്ചിട്ടില്ല. നമുക്ക് ഏതെങ്കിലും ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കണം. നല്ലത് മീൻസ് ചെറുതായിട്ട് ലൈറ്റായിട്ട് തന്നെ ഫുഡ് കഴിക്കാം. അങ്ങനെ ഒരു 20 കിലോമീറ്റർ 25 കിലോമീറ്റർ പോകുന്നതിന് ശേഷം ഒരു ചെറിയൊരു ഹോട്ടലിൽ കയറി. ഇവിടെ നിന്നൊരു മസാല ദോശയും അതേപോലെ തന്നെ ചായയും കഴിച്ചു. ഇത് കഴിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോഴാണ് ഒരു സമയം ഇപ്പോൾ ഏതാണ്ട് 10:50 11 മണി ആയിട്ടുണ്ട്. മസാല ദോശ കഴിച്ചിട്ട് നമുക്ക് പോകാം. എലിഫൻറ്റ് ക്രോസിംഗ് ഒക്കെ ഉണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല. ഫോറസ്റ്റിനുള്ളിൽ കൂടിയാണ് യാത്ര. കടുവൻ്റെ ചിത്രമൊക്കെ കാണുന്നുണ്ട്. ഒന്നും കണ്ടിട്ടില്ല ഇതിലേക്ക്. കുറേ നേരമായി കടുവ പുലിയൊക്കെ ഉണ്ട് എന്നൊക്കെ എഴുതി വെച്ചിട്ട് ബോർഡും കാര്യങ്ങളും അതേപോലെ തന്നെ ആനുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കരടി എന്നൊക്കെ. പക്ഷെ ഒന്നും കണ്ടില്ല. രാവിലെ ആയതുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ ഇത് പണ്ടങ്ങാൻ വെച്ച ബോർഡായിരിക്കാം.
പൊക്കിയില്ല പൊക്കിയില്ല. അങ്ങനെ നമ്മൾ ഗോവയിലേക്ക് എൻട്രി ചെയ്തിരിക്കുകയാണ്. ഇവിടെ ചെക്ക് പോസ്റ്റാണ് ഗോവയിലേക്കുള്ള എൻട്രിയിൽ. ആദ്യമായിട്ടാണ് ഗോവയിലേക്കൊക്കെ വരുന്നത്, അതും ബൈക്ക് എടുത്തിട്ട്. ഇന്ന് വരെ വന്നിട്ടില്ല, ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിലും ശരി ഒന്നും വന്നിട്ടില്ല. ഗോവയിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ വരുന്നത്. ഇനി എവിടെയൊക്കെ പോകണം എന്തൊക്കെ പോകണം എന്നുള്ളത് അവിടെ റൂമിൽ എത്തിയിട്ട് വേണമെന്ന് ഫുള്ള് സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം പോയി റൂം എടുക്കണം. റൂമൊന്നും നോക്കിയിട്ടില്ല, ഇവിടെ റേറ്റ് മിക്കവാറും കൂടുതലായിരിക്കും. ഏറ്റവും ക്ലോസ്റ്റ് റേഞ്ച് ബഡ്ജറ്റാണ് ഞാൻ കാണുന്നത്. നോക്കട്ടെ, അവിടെ എത്തിയിട്ട് അറിയാം എന്താണ്. എന്തായാലും ബീച്ച് സൈഡൊന്നും നമ്മൾ എടുക്കത്തില്ല, റിസോർട്ടുകളൊന്നും എടുക്കുന്നില്ല. വല്ല ഹോട്ടൽസ് ഉണ്ടാവില്ല ചെറിയ, അങ്ങനത്തെ ഏതെങ്കിലും എടുക്കാം. പണി പാടുമെന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ഇനി ഒരു ഫോറസ്റ്റ് കൂടി വരുന്നുണ്ട്. എവിടെയും പമ്പൊന്നും കാണുന്നില്ല. കോപ്പ് പകലായതുകൊണ്ട് തന്നെ പേടിക്കണ്ട, എന്തെങ്കിലും ഉണ്ടാവും. ഒരടിപൊളി വ്യൂ കണ്ട് നിർത്തിയതാട്ടോ, രക്ഷയില്ല അവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ. അങ്ങനെ ഫുള്ളായിട്ട് നമ്മളൊരു വലിയൊരു മലേൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കി നിൽക്കുന്ന അതേപോലെ എല്ലാം താഴത്ത്, ഒരുപാട് താഴായിട്ട്. നമ്മളിപ്പോൾ ഗോവയിൽ എത്തിയിട്ടുണ്ട്. ഗോവയിൽ നിന്ന് നമ്മളൊരു ഷിജു എന്ന് പറഞ്ഞ ചേട്ടായി വിളിച്ചിട്ടുണ്ട്. ചേട്ടായിൻ്റെ റിസോർട്ടിലേക്കാണ് വിളിച്ചത്. നമ്മളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു 40-45 കിലോമീറ്റർ ഉണ്ട് കേട്ടോ അവിടുന്ന് ചേട്ടായിൻ്റെ റിസോർട്ടിലേക്ക്. ചേട്ടായി പറഞ്ഞു ആ റിസോർട്ടാണ് ഏറ്റവും നല്ലത്, ആ സ്ഥലത്ത് നിന്ന് ഏറ്റവും ബെസ്റ്റ് ഒരു സ്ഥലമാണ് ഗോവയിലുള്ളതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് ചേട്ടൻ്റെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അതേപോലെ തന്നെ അവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് തിരിച്ചറിയാം. നമുക്ക് അവിടെ പോകണ്ടേ. ഇത് റോഡാണ് ഉണ്ടാക്കുന്നത് കേട്ടോ, ഒരു 6 വരിപ്പാത റോഡായിരിക്കും ഉണ്ടാക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട് റോഡ്. നല്ല ഹൈറ്റ് ഉണ്ട് ഇതിന്. നല്ല ഹൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒരു 3 നില ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എന്തായാലും ഇതിനുണ്ട്. 3 അല്ല, ഇതൊക്കെ ഓപ്പൺ ആയി കഴിഞ്ഞാണ്ടല്ലോ ഗോവ വേറെ ലെവലായി മാറും. കാരണം മെയിൻ ബീച്ചിലേക്ക്, അതായത് നോർത്ത് ബീച്ചിലേക്ക് അത് ഒറ്റ സ്ട്രെയിറ്റ് റോഡായിരിക്കും. എവിടെയും ഒരു ഡീവിയേഷനോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ജംഗ്ഷൻസും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് പോകുന്ന ഒറ്റ കണ്ടിന്യൂസ് റോഡായിരിക്കും ഇത്. പിന്നെ താഴത്തോടുള്ള റോഡിൽ അത്ര തിരക്കും കാര്യങ്ങളും ഓൾറെഡി ഇപ്പം ഇല്ല, ഉണ്ടാവുകയില്ല അതിന് ശേഷം. തിരക്കില്ല എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴേ ഇവിടെ മൊത്തം ബ്ലോക്കാണ് സംഭവം. എന്താ അറിയത്തില്ല, മംഗലം മൊത്തം ബ്ലോക്കാണ്. പോയി നോക്കാം.
ഗോവയിലെത്തി. ഇനി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ടാണ് ഒന്ന് ബീച്ചിൻ്റെ സൈഡിൽ വെക്കാം. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞാൻ, കാരണം ഗോവ മൊത്തം ഒന്ന് കറങ്ങിയിട്ടൊക്കെയാണ് ഞാൻ ഇവിടെ വന്നത്. കാരണം ഞാൻ ആദ്യമായി വന്നതുകൊണ്ട് എനിക്ക് എവിടേക്കാണ് എന്താ പോകേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു. നോർത്ത് ബീച്ചും സൗത്ത് ബീച്ചും 2 ബീച്ചുണ്ട്. അപ്പോൾ നോർത്തിലേക്ക് ഞാൻ ആദ്യം പോയ സൗത്തിൻ്റെ സൈഡിലായിരുന്നു. പിന്നെ ഞാൻ നേരെ നോർത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് എനിക്കൊരു മലയാളി ചേട്ടനെ കണ്ടുകിട്ടി. അങ്ങനെ ചേട്ടനോട് അങ്ങനെ സംസാരിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു ചേട്ടൻ്റെ ഫ്രണ്ട് ഇവിടെ ഉണ്ട്, ചേട്ടനൊന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടൻ റൂംസും കാര്യങ്ങളൊക്കെ തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഷിജു എന്നാണ് ചേട്ടൻ്റെ വീട്. ചേട്ടൻ്റെ വീട് വയനാട്ടിലാണ് വരുന്നത്. അങ്ങനെ ഞാൻ ചേട്ടനെ കോൺടാക്ട് ചെയ്തു. ചേട്ടൻ്റെ റിസോർട്ടാണിത്. റിസോർട്ടല്ല, ഒരു റിസോർട്ട് എന്ന് പറയാം. കാരണം ഇവിടെയുള്ള എല്ലാ റൂംസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും. കണ്ടില്ല, നല്ല അടിപൊളി ബെഡും അതേപോലെ ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. ബാത്റൂം ഫുൾ വൃത്തിയുള്ളതാട്ടോ, നല്ല വൃത്തിയുള്ള ബാത്റൂമൊക്കെയാണ്. ചെറുതാണ്. പിന്നെ അതേപോലെ വലിയ ടിവിയും കാര്യങ്ങളും ഉണ്ട്. പിന്നെ AC എല്ലാം ഉണ്ട്. അപ്പോൾ പിന്നെ അതേപോലെ ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ ബീച്ച് കാണാം നമുക്ക് നന്നായിട്ട്. ബീച്ചിൻ്റെ തൊട്ടടുത്തുള്ള റൂംസാണിത്. അപ്പോൾ ചേട്ടനെ വിളിച്ചു. ചേട്ടൻ പറഞ്ഞു ഇവിടെ പോരി, ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് റൂംസ് ഇഷ്ടപ്പെട്ടു, ഞാൻ എടുത്തു. അപ്പോൾ റേറ്റൊക്കെ വരുന്നത് 2500 റേറ്റാണ് വരുന്നത് ഒരു റൂമിന്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് സീസൺ ആയതുകൊണ്ട് കേട്ടോ, സീസൺ അല്ലെങ്കിൽ 1500 റേഞ്ചിലാണ്. നമുക്ക് നല്ല റേറ്റിന്, അതിലും താഴെയുള്ള റേറ്റിനാണ് നമുക്ക് ചേട്ടൻ തന്നു. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത്. ആർക്കെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇവിടെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടൻ നല്ല റേറ്റിന് റൂംസും കാര്യങ്ങളൊക്കെ തരും. ഇതാ ആ കാണുന്ന കേട്ടോ ബീച്ച്, അവിടേക്കാണ് ബീച്ച് വരുന്നത്. ലൈറ്റില്ലെന്ന് തോന്നുന്നു കേട്ടോ ബാൽക്കണിയിൽ. അതേപോലെ ഇതിൻ്റെ മേലെ റൂമുണ്ട്, അവിടെയും വേണമെങ്കിൽ എടുത്തോളാൻ പറഞ്ഞിരുന്നു. അവിടെ ആണെങ്കിൽ ബീച്ച് നന്നായിട്ട് കാണാമെന്ന് പറഞ്ഞു. പിന്നെ ഞാനിവിടെ ഫസ്റ്റ് ഫ്ലോറിൽ റൂം എടുത്തു. ഇനി മേലോട്ട് കയറി കൊണ്ടുപോകാനാവുന്നില്ല അതുകൊണ്ട്. അതേപോലെ ഇവിടെ മൊത്തം ലൈറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ ഇതിൻ്റെ സൈഡിലൊക്കെ. പ്രത്യേകിച്ച് ഇപ്പോൾ ക്രിസ്മസ് ആവാനായതുകൊണ്ടാണ്, സീസൺ തുടങ്ങിയില്ല, അതുകൊണ്ടാണ് ഇവിടെ മൊത്തം ഇപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട്. അതേപോലെ ചേട്ടൻ്റെ ഇത് മൊത്തം ഹട്ടുകളാട്ടോ കാണുന്നതൊക്കെ. നമുക്ക് രാവിലെ കാണാൻ എന്തായാലും ഇതൊക്കെ താമസിക്കാൻ കൊടുക്കുന്ന സ്ഥലങ്ങളാട്ടോ. ഇവിടെ വരുന്ന ഗസ്റ്റിന് താമസിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ചേട്ടൻ്റെ ഇതാണ്. അപ്പോൾ ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതേപോലെ തന്നെ നമ്പേഴ്സും ലൊക്കേഷനും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ആരും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ചേട്ടനെ വിളിച്ചിട്ട് വരിക. അതേപോലെ മാനേജറുടെ നമ്പറും ഞാൻ ഇതിൽ കൊടുക്കാം. അപ്പോൾ നമുക്കിന്ന് ഒന്ന് കുളിച്ചതിന് ശേഷം ബീച്ചിൽ പോയിട്ട് ബാക്കി കാഴ്ചപ്പാക്കണം. അപ്പോൾ ഞാൻ നിൽക്കുന്ന റൂമിൻ്റെ നേരെ മുന്നിലുള്ള ബീച്ചാണിത്. തിവായ് വഡോ ബീച്ച് എന്ന് പറയുന്ന ബീച്ച്. അപ്പോൾ ഒന്ന് രാത്രിയാണ്, അവിടെ വരെ വെറുതെ ഒന്ന് പോയി കാണാം എന്ന് വിചാരിച്ചു. ആരുണ്ടാവുമെന്ന് അറിയില്ല, നല്ല സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. തോടാ देखते का बताते. ഇവിടെയൊക്കെ എപ്പോഴും ഓപ്പൺ ആട്ടോ. ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറാണ് ഇവിടെയൊക്കെ. ഓപ്പൺ സ്പേസിലുണ്ട്, അതേപോലെ തന്നെ ഉള്ളിൽ ഹട്ടും ഉണ്ട്. ഇവിടെ ഫോറിനേഴ്സ് കുറവാണ്, ഫോറിനേഴ്സ് ഇല്ലയെന്നൊക്കെയാണ് പറഞ്ഞത്. അറിയില്ല, രാവിലെ ആയാലും അറിയാം ആരെങ്കിലും ഉണ്ടോ ഇല്ലയെന്നൊക്കെ. അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.